കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. യോശുവ 13 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 13 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രയീമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്നു എണ്ണിവരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യദേശങ്ങളൊക്കെയും, ഗെശൂര്യരും, ഗസാത്യൻ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫെലിസ്ത്യപ്രഭുക്കന്മാരും, തെക്കുള്ള അവ്യരും അഫേക് വരെയും അമോര്യരുടെ അതിർവരെയുള്ള കനാന്യരുടെ ദേശമൊക്കെയും, സീദോന്യർക്കുള്ള മെയാരയും ഗിബേല്യരുടെ ദേശവും, കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബനോൻ ഒക്കെയും, ലെബനോൻ മുതൽ മിസ്രെഫോത്മയും വരെയുള്ള പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിനു അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്ക. അവനോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശെ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശെ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മെദേബ സമഭൂമി മുഴുവനും, അമ്മോന്യരുടെ അതിർവരെ ഹെശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും, ഗിലെയാദും ഗെശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും, ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്ക വരെയുള്ള ബാശാൻ മുഴുവനും, അസ്തോരോത്തിലും എദ്രയിലും വാണവനും മലന്മാരിൽ ശേഷിച്ചവനുമായ ബാശാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും തന്നെ. ഇവരെ മോശെ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഗെശൂര്യരെയും മാഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രായേലരുടെ ഇടയിൽ പാർത്തുവരുന്നു. ലേവി ഗോത്രത്തിനു അവൻ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശം ആകുന്നു. എന്നാൽ മോശെ രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർന്നോൻ താഴ്വരയുടെ അറ്റത്തെ ആരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മെദേബയോട് ചേർന്ന സമഭൂമി മുഴുവനും, ഹെശ്ബോനും സമഭൂമിയിലുള്ള അതിന്റെ എല്ലാ പട്ടണങ്ങളും, ദീബോനും ബാമോത്ത് ബാലും ബേത് ബാൽ മേയോനും ഇസ്ഹയും കെദേമോത്തും മെഫാത്തും കിര്യാത്തീമും സിദ്മയും, സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ശഹരും ബേത്പേരും പിസ്ഗാച്ചരിവുകളും, ബേത് യെശീമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും, ഹെശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്ത് പാർത്തിരുന്ന ഏവി, രേഖേം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശെ സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. രൂബേന്യരുടെ അതിർ യോർദാനായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശെ ഗാദ് ഗോത്രത്തിനും കുടുംബം കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും, രബയുടെ നേരെയുള്ള അരോവേർ വരെ അമ്മോന്യരുടെ പാതിദേശവും, ഹെശ്ബോൻ മുതൽ രാമത്ത് മിസ്പയും ബെതോനീമും വരെയും, മഹനീം മുതൽ ദെബേരിന്റെ അതിർവരെയും, താഴ്വരയിൽ ഹെശ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത് ഹാരാം, ബേത് നിമ്രാം, സുക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ. യോർദാനക്കര കിഴക്ക് കിന്നരോ തടാകത്തിന്റെ അറുതി വരെ യോർദാൻ അതിനു അതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശെ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബം കുടുംബമായി മനശ്ശെയുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനീം മുതൽ ബാശാൻ മുഴുവനും,
ബാശാൻ രാജാവായ ഓഗിന് രാജ്യമൊക്കെയും, ബാശാനിൽ യായീരിന്റെ ഊരുകൾ എല്ലാം കൂടി 60 പട്ടണങ്ങളും, പാതി ഗിലെയാദും, ബാശാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരോത്ത്, എദ്രെയി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മക്കൾക്ക്, മാഖീരിന്റെ മക്കളിൽ പാതിപ്പേർക്ക് തന്നെ കുടുംബം കുടുംബമായി കിട്ടി. ഇത് മോശെ യെരിഹോവിന് കിഴക്ക് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു. ലേവി ഗോത്രത്തിനോ മോശെ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. യോശുവ 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശുവ 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്കു അവകാശമായി ലഭിച്ച ദേശങ്ങളാവിത്. പുരോഹിതനായ ഏലിയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത്. 2 ഗോത്രങ്ങൾക്കും മോശെ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല. യോസഫിന്റെ മക്കൾ മനശ്ശെ, എഫ്രയീം എന്നീ 2 ഗോത്രമായിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും അല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനേസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശെയോട് കാദേശ് ബേർനയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബെർനയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്നു എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശെയോട് ഈ വാക്ക് കൽപ്പിച്ചതു മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളിച്ചെയ്തിരിക്കുന്നതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ ഇവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പവും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിനു അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിനു അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് തന്നെ. ഹെബ്രോനു പണ്ട് കിരിയാത്ത് ആർബ എന്നു പേരായിരുന്നു. ആർബ എന്നവൻ അനാക്യരിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു. ദേശത്തിന് സ്വസ്ഥത വന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 തിമോഥെയോസ് 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവേശുവിന്റെയും കൽപ്പനപ്രകാരം ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവാജ്യ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞു
ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല താനും. ന്യായപ്രമാണമോ നീതിമാനല്ല. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, ധരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായി മറ്റു ഏതിനും അത്ര വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലതു തന്നെ എന്ന് നാം അറിയുന്നു. ഈ പരിജ്ഞാനം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിനു അനുസാരമായത് തന്നെ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്ന വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കു ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അക്ഷയനും അതിശനുമായ ഏകദൈവത്തിനു എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. മകനെ തിമത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സന്തരും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 തിമത്തിയോസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. തക്ക സമയത്തു അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി ഭോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചും ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണാനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടു ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ചു രക്ഷപ്രാപിക്കും. 101-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 101-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും.
ഞാൻ നിഷ്കളങ്ക മാർഗ്ഗത്തിൽ ശ്രദ്ധ വെക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും? ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നതഭാവവും നിഗള ഹൃദയം ഉള്ളവനെ ഞാൻ സഹായിക്കയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. നിഷ്കളങ്ക മാർഗ്ഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കയില്ല. ഭോഷ്ക് പറയുന്നവൻ എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കയില്ല. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമാകവേ തന്റെ വരവൊന്നു മാത്രം എന്റെ ആശയേ. വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമാകവേ തന്റെ വരവൊന്നു മാത്രം എന്റെ ആശയേ. എന്നോ നിമേഘേ വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിടുവാൻ ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. നക്ഷത്രങ്ങൾ പോയി ലോകെ ശോഭിച്ചോരനേകരെ കാണുന്നില്ലേ ഞാനീ നാളിൽ ശുദ്ധർ കൂട്ടത്തിൽ. നക്ഷത്രങ്ങൾ പോയി ലോകെ ശോഭിച്ചോരനേകരെ കാണുന്നില്ലേ ഞാനീ നാളിൽ ശുദ്ധർ കൂട്ടത്തിൽ. എന്നോ നിമേഘേ വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിടുവാൻ ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. പ്രത്യാശയോടി ലോകം വിട്ടക്കരെ നാടെത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയോടി ലോകം വിട്ടക്കരെ നാടെത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. എന്നോ നിമേഘേ വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിടുവാൻ ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. കഷ്ടതകൾ ഏറിടുന്നെന്നപ്പനെ കൈത്താങ്ങുക. എപ്പോഴും എന്നാശ നിന്നോടൊത്തു വാഴുവാൻ. കഷ്ടതകൾ ഏറിടുന്നെന്നപ്പനെ കൈത്താങ്ങുക. എപ്പോഴും എന്നാശ നിന്നോടൊത്തു വാഴുവാൻ. എന്നോ നിമേഘേ വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിടുവാൻ ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം? ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി താമസം? ഞാൻ എത്ര കാലം ഓടണം?
ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജയിച്ചപ്പൻ ചാരെ ചേർത്തിടേണമേ. മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജയിച്ചപ്പൻ ചാരെ ചേർത്തിടേണമേ. എന്നോ നിമേഘേ വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിടുവാൻ ഉണ്ടോ ഇനി താമസം ഞാൻ എത്ര കാലം ഓടണം. ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി താമസം ഞാൻ എത്ര കാലം ഓടണം. ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ലക്ഷോലക്ഷം ദൂതന്മാരോടൊത്തൻ പ്രിയൻ മേഘത്തിൽ വന്നിടും സുദീനം കാണാൻ കാത്തു നിൽക്കുന്നേ. ലക്ഷോലക്ഷം ദൂതന്മാരോടൊത്തൻ പ്രിയൻ മേഘത്തിൽ വന്നിടും സുദീനം കാണാൻ കാത്തു നിൽക്കുന്നേ. എന്നോ നിമേഘേ വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിടുവാൻ ഉണ്ടോ ഇനി താമസം ഞാൻ എത്ര കാലം ഓടണം. ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി താമസം ഞാൻ എത്ര കാലം ഓടണം. ചൊല്ലിടുക ആത്മാവേ നീ ആശ്വാസത്തിനായി.